മാഷേം ടീച്ചർ ഇപ്പൊ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അല്ല പിന്നെ ആടിപൊളി. എടാ കിച്ചു, ഞാൻ ഇപ്പൊ ഒരു റോക്കറ്റ് ഉണ്ടാക്കാൻ പോവാ. നിനക്കതുപോലെ ഉണ്ടാക്കാൻ പറ്റുമോ? ഓ നമുക്കൊന്നും അറിയില്ലേ. ഞാൻ വിക്ഷേപണം നടത്താൻ പോവാണേ. ഊർജം കൊടു. എടാ കിച്ചു, നമ്മുടെ പ്രകാശം മാഷി ഒന്ന് ഒലിപ്പിക്കുന്നു. ഇന്നും ഉണ്ടോ? എടി, നിന്റെ മാമ നല്ല ഗൾഫിൽ നിന്ന് വന്ന് നല്ല അടിപൊളി സ്പ്രേ കൊണ്ടുവന്നുണ്ട്. ഞാൻ നാളെ അടിച്ചിട്ട് വരാട്ടോ. അതെ, ഗൾഫിൽ നിന്ന് പൈസ മാത്രമേ ഭർത്താവിന് അയക്കാൻ പറ്റൂ. ഒന്ന് പോ മാഷേ. വിഷമിക്കണ്ട. എന്താ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക. ക്ലാസ് കണക്കിന്റെ പീതാംബരം മാഷി പോരും. അതിനു മുമ്പ് എനിക്ക് എന്തിനും കണക്ക് പറഞ്ഞാടാ. എന്നാ നോക്ക്. ആ 63 എന്താണ്? എടാ മാഷി വരുന്നു. മാഷി മിണ്ടല്ല മിണ്ട. അയ്യോ പീതാംബരം സാറ്. എന്തൊരു ബഹളാണ്. മിണ്ടണ്ട. ഇതാരാണ് എഴുതിയത്? ഞാനല്ലേ സാറേ. ഇതെന്താ ചന്തയാ? ഏകദേശം ചന്ത തന്നെയാ. നിങ്ങളെ നാളെ ഇങ്ങോട്ട് വാട്ട. കിച്ചു, ഈ ഫുട്ബോൾ നമ്മള് കാലോണ്ട് തട്ടുമ്പോഴേ ഈ കാലോണ്ട് ഒരിക്കലും നമ്മള് ഫുട്ബോൾ ഇങ്ങനെ വെച്ചിട്ടേ കാലിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം കൊണ്ട് ഈ ഭാഗം കൊണ്ടാണ് നമ്മള് തട്ടേണ്ടത്. നോക്കിക്കോ, അച്ഛൻ ചെയ്യണ നോക്കിക്കോ. അതാ ഇങ്ങനെയല്ല, ഇങ്ങനെ നോക്കിക്കോ. അച്ഛനടിക്കണോ കേട്ടാ. ഇപ്പം ഈ ഭാഗം കൊണ്ട് അടിക്കാവൂട്ടാ. ഈ ഭാഗണ്ടല്ലേ? അടി കണ്ടേ, അടിക്കേ. മിടുക്കൻ. ഇങ്ങനെ വേണം അടിക്കാൻ. അപ്പോ അച്ഛൻ്റെ പോൻ മിടുക്കനായ കളിക്കാരനാവൂ. കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറ. കുളം, കര, കുളം, കര, കുളം. കിച്ചു, എന്ത് പറ്റിയടാ? എണീക്ക് വാ. കിച്ചു, കിച്ചു, എന്ത് പറ്റിയടാ? വാ കിച്ചു. കിച്ചു വാ.
നോക്കി വാ. പതുക്കെ. എടാ എടാ കിച്ചു, ഇനി നീ കാലൊക്കെ നോക്കി കളിച്ചാ മതി. ബാക്കി ഓരോ ഞാൻ ഏറ്റു. ആ അത് നടന്നു തന്നെ. എന്താടാ എന്തൊരു വീഴ്ചയാടാ ഏണി. എന്ത് പറ്റിയടാ? എന്തായി നിന്റെ മുന്നേറ്റം? ഒന്ന് പോടാ. വാ. നല്ലോണം ആയല്ലോ. എടാ ബോള് പൊട്ടിയല്ലോടാ. ബോള് ഇനി എന്തെടുത്തിട്ട് കളിക്കും? എന്നാലും ഒരു ഒടുക്കത്തെ അടിയായി പോയല്ലോ. ഷേ അമ്മ വേഗം വെക്ക്, നല്ല വേദന. വയ്യാത്ത കാലും കൊണ്ട് കളിക്കാൻ പോയിട്ട് കാലും പൊട്ടിച്ച് വന്നിക്കുക ചെക്കൻ. പറഞ്ഞാ കേൾക്കൂലല്ലോ. നിക്കടാ, നിന്റെ അച്ഛൻ വരട്ടെ കേട്ടോ. നല്ലോണം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ. ചൂടമ്മ ചൂടമ്മ, കുറയ്ക്കമ്മ ചൂട്. കൊള്ളട്ടെടാ കൊള്ളട്ടെ. പറഞ്ഞാ കേൾക്കാണ്ടല്ലേ. അച്ഛൻ വരട്ടെ കേട്ടോ. ഇന്നത്തോടുകൂടി നിന്റെ കളി ഞാൻ നിർത്തുന്നുണ്ട്. എന്താ അമ്മ നിങ്ങളീ പറയണേ? ഒരു കളിക്കാരനാവാനല്ലേ എന്റെ ഇഷ്ടം. അതിനു വേണ്ടിയല്ലേ ഈ കളികളൊക്കെ? എടാ, നന്നായി കളിച്ചാൽ മാത്രമേ നല്ല കളിക്കാരനാവൂല. അതിനെ നല്ല കാശും വേണം. എടാ, ഇമ്മളയിൽ എവിടുന്നാടാ ഇതിന് മാത്രം പൈസ? രണ്ടക്ഷരം പഠിക്കാൻ പറഞ്ഞാലേ ചെക്കൻ പഠിക്കൂല. അപ്പൊ കളി 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 എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. നിന്റെ സ്വഭാവം മാറ്റാട്ടാ നീ. ഇതൊക്കെ ആരോട് പറയാനാ? അതിന് മാത്രം ചൂടൊന്നുമില്ല. എടാ കാലൊക്കെ എങ്ങനെ ഉണ്ടാ? കൊഴപ്പില്ല. എടാ നോക്കി നടക്കടാ. നോക്കിയാ നടക്കുന്നത്. ഇന്നലെ അവരുടെ ബോൾ പൊട്ടിയോണ്ട് അവർ രക്ഷപ്പെട്ടെ. ഇല്ലെങ്കിൽ കാണായിരുന്നു. എന്തൊക്കെ തള്ളായിരുന്നു നീ. എടാ ഇന്നലെ ബോൾ പൊട്ടിയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ നമ്മുടെ മാനം കാത്തു സൂക്ഷിച്ചാനെ. ഓ പിന്നെ, എന്നിട്ടല്ലേ നീ മാലാമറച്ച് വീണത്. എടാ മിന്നു വരുന്നടാ. കിച്ചു ഇന്നലെ ഫുട്ബോൾ കളിക്കുമ്പോ വീണിരുന്നില്ലേ? എന്നേം പറ്റിയോ? ഒന്നുമില്ല. ഞാനവിടെ ഉണ്ടായിരുന്നു. കാലെന്നേം പറ്റിയോ? സൂക്ഷിച്ചൊക്കെ കളിക്കണ്ടേ. നമുക്ക് വലിയ ആളാവണം. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്ത്? ഒന്ന് പോടാ. എടാ അവള് തന്നെ നോക്കുന്നുണ്ട്. അന്തും പൊട്ടി പാളീസായി. ഇനി നമുക്ക് വല്ല സാറ്റോ ഒളിച്ചെളിയോ കളിക്കാം. എടാ നമുക്ക് ബോൾ മേടിക്കാൻ വേണ്ടിട്ടേ പിരിവ് നടത്തിയാലോ? അങ്ങനെയാണ് ഞാൻ ചുരുപ്പിട്ട്. ആ എടാ നിന്റെ 5 രൂപ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഫുട്ബോളിന് എങ്ങനെ പോയാലും ഒരു 300 രൂപ. അത് ശരിയാ. കിച്ചണിൽ നിന്നേ. ആ എന്താ? എന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ബോളാ. ഒന്നെന്റെ വീട്ടിലുണ്ട്, ഒന്ന് നിനക്കുള്ളത്. ഓ എടാ ഫുട്ബോള്. നീ വാ, നമുക്ക് പോവാം. എടാ ബോള്. എടാ അടിപൊളി ബോൾ കേട്ടോ. ആടാ ശരിയാടാ, അടിപൊളി ബോളാ. ഷേ എന്നാലും നീ അവളോട് താങ്ക്സ് പോലും പറഞ്ഞില്ലോടാ. എന്താടാ? ഷേ ശരിയാ, ഞാൻ ടെൻഷനിൽ വിട്ടുപോയി. ടെൻഷൻ നിനക്കോ? അല്ല, ആ സന്തോഷത്തില്. എങ്കി നീ പോയി ഒരു താങ്ക്സ് പറഞ്ഞിട്ടോ. പോയേ? എനിക്ക് പറ്റില്ല. എങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. ക്യാച്ച്. മിന്നു മിന്നു നിന്നേ. എന്താ ടിപ്പോ? ബോള് പൊട്ടി കിളിവ് അറിയിക്കുമ്പോഴാ മിന്നു പുതിയ ബോള് കൊണ്ടേ തന്നെ മറക്കൂലട്ടോ. കിച്ചു താങ്ക്സ് പറയാൻ പറഞ്ഞു. അയ്യോ അയ്യോ തടക്കേടായല്ലോ. എടാ ഓടിക്കോ, മാനം പോയി, കയ്യിന്നും പോയി. എടാ ഓടാ. എന്താ? എടാ എന്റെ കാലുവേന ഇതുവരെ മാറിയിട്ടില്ല. എനിക്ക് നമ്മുടെ ഫുട്ബോൾ മാച്ചിന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ലടാ. ഈ ഇല്ലാതെ നമ്മളെ ടീം എങ്ങനെ ജയിക്കുക? ഇജെന്തായാലും വന്നേ പറ്റൂ. എടാ ഞാൻ ഇല്ലേ, ഞാൻ ഗോൾ അടിച്ച് കളിപ്പിച്ചോളാം. നീ അനക്ക് മറിഞ്ഞു വീഴാല്ലാതെ എന്തറിയാം? എടാ നീ ഒരുമാതിരി വർത്തനം പറയരുത് കേട്ടോ. എന്ത് എന്ത്? അല്ല ഇന്നലെ ഇജെന്താണ് അവിടെ കാണിച്ചു കൂട്ടിയേ? എടാ കഴിഞ്ഞ കാര്യം വിട്, ഞാൻ ഗോൾ അടിച്ച് കളി ചെയ്യിപ്പിച്ചോളാം. കാണാം കാണാം. അല്ല പിന്നെ എടാ എന്താടാ? പിന്നെ നമ്മുടെ മീനുവിനെ നിന്നോട് ചെറിയ ലവ് ഉണ്ടോന്നൊരു സംശയം. ഒന്ന് പോടാ, ഞാൻ മാഷിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുവേ.
അവന്റെ ഒരു സംശയം. ശരിയാ, അതെനിക്കും തോന്നി. എടാ പിന്നെ അവളുടെ ചിരിയും പിന്നെ നീ കളിക്കുമ്പോ സൂക്ഷിച്ച് കളിക്കണം എന്നൊക്കെ പറയുമ്പോ എന്തോരു വേണ്ടേ വേണ്ട, എന്നോട് കളിക്കണ്ട. ഡാ കിച്ചു, കിച്ചുവേ, എടാ കിച്ചു, എടാ കിച്ചു, ആ, വാടാ. കിച്ചു, ഡാ ഇന്ന് മാച്ചുള്ള ദിവസാണേ, വാ. എടാ കാല് എനിക്ക് വയ്യ, അമ്മ വിടില്ല. എടാ അങ്ങനെ പറയലടാ. എടാ പറ്റില്ല, നീ വന്നേ പറ്റൂ. എടാ വാടാ, നീ ഗോളി നിന്നാ മതി. അത് എടാ തന്നെ. പറ്റില്ലടാ, അമ്മ സമ്മതിക്കില്ല. എടാ തമാശ കളിക്കലാ. എടാ കിച്ചു, എടാ അതാ ടിപ്പു പോലാത്തമാരാണെങ്കിൽ അടിച്ചേറ്റ് കാലിയും തല്ലി ഓടിക്കും. വിട്ടോടാ. ഇങ്ങോട്ട് വാടാ. അമ്മേ, ദാ വരുന്നു.